ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ റീറൈറ്റ് ദ സെന്റൻസസ് എന്ന് പറയുന്ന അല്ലെ സെന്റൻസിനെ റീറൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവലുണ്ട്. സാധാരണ കുട്ടികൾ ഇവിടെ ബുദ്ധിമുട്ടായിക്കാണ്ട് കുടുങ്ങി പണ്ടാറടങ്ങലുണ്ട്. ടെൻഷൻ അടിക്കേണ്ട, നമ്മൾ നോക്കാം എങ്ങനെ എഴുതാന്നുള്ളത് കേട്ടോ. റീഡ് ദ സെന്റൻസസ് ഗിവൻ ബിലോ ആൻഡ് റീറൈറ്റ് ദ സെന്റൻസ് ആസ് മെൻഷൻഡ്. ഇതുപോലെ എഴുതാനാ പറയുന്നത്. ദ ഓഫീസർ ഹെൽപ്ഡ് സ്പിൽമാൻ. ഓഫീസർ ആരെ ഹെൽപ്പ് ചെയ്തു? സ്പിൽമാനെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ ദ സ്പിൽമാൻ നോക്കൂ, വാസ്. ഇവിടെ ഹെൽപ്ഡ് പാസ്റ്റ് ആയതുകൊണ്ടാണ് ഇവിടെ എന്താ വെച്ചത്? വാസ്. ദ സ്പിൽമാൻ വാസ് ഹെൽപ്ഡ്. സ്പിൽമാനെ സഹായിക്കപ്പെട്ടു. ബൈ ആരാൽ? ബൈ ആരാൽ പറ? ബൈ ദി ഓഫീസർ. ബൈ ദി ഓഫീസർ. ഇങ്ങനെയാണ് അത് എഴുതട്ടോ. ബൈ ദി ഓഫീസർ. ക്ലിയർ? ബുദ്ധിമുട്ടില്ല, സിമ്പിൾ ആയിട്ട് എഴുതി വെച്ചോളൂ. ദ സ്പിൽമാൻ വാസ്, നോക്കൂ, സ്പിൽമാൻ വാസ് ഹെൽപ്ഡ്. സ്പിൽമാനെ സഹായിക്കപ്പെട്ടു ആരാൽ? ബൈ ദ ഓഫീസർ. അടുത്ത് നോക്കൂ, 4 months. നോക്കൂ, സ്പിൽമാൻ ഹിഡ് ഇൻ ദ ആറ്റിക് 4 months. സ്പിൽമാൻ എന്ത് ചെയ്തു? ഹിഡ് ഇൻ ദ ആറ്റിക്. ആറ്റിക്കിൽ എന്ത് ചെയ്തു? ഒളിച്ചിരുന്നു 4 months അല്ലെ, മാസങ്ങളോളം എന്ന് പറയുന്ന അർത്ഥം. 4 months, മാസങ്ങളോളം. ദ ആറ്റിക് അല്ലെ, ദ ആറ്റിക്. ഇവിടെ ഈ ഹിഡ് എന്ന് പറയുന്നത് പാസ്റ്റ് അല്ലേ, അതുകൊണ്ട് ഇവിടെ വാസ് ഉപയോഗിക്കണം എന്ന് പറയുന്ന കേട്ടോ. ദ ആറ്റിക് വാസ് അല്ലെ, then hidden by, ആറ്റിക് വാസ് ഹിഡൻ ബൈ സ്പിൽമാൻ. അങ്ങനെ കൊടുക്കാൻ പറ്റൂല. ആറ്റിക് എന്ന് പറയുന്ന അവന്റെ ഹൈഡിംഗ് പ്ലേസ് അല്ലായിരുന്ന. അപ്പൊ നോക്കിക്കോളൂ, ദ ആറ്റിക് വാസ് എ ഹൈഡിംഗ് പ്ലേസ്. നോക്കിക്കോളൂ, ഒരു ഹൈഡിംഗ് പ്ലേസ് ആയിരുന്നു. ഹൈഡിംഗ് പ്ലേസ് ആയിരുന്നു ആർക്ക്? ഫോർ സ്പിൽമാൻ. സ്പിൽമാൻ, സ്പിൽമാൻ. ഓക്കെ, സ്പിൽമാൻ. നോക്കൂ, 4 months the attic was a hiding place for സ്പിൽമാൻ. ഇങ്ങനെയാണ് എഴുതി വെക്കേണ്ടത് കേട്ടോ. കാര്യം അതൊരു പാസീവ് വോയിസ് സ്ട്രക്ചർ ആണെങ്കിലും ഇവിടെ ആറ്റിക് എന്ന് പറയുന്ന ഒരു പ്ലേസ് ആണ്, ഒരു ഒബ്ജക്റ്റ് അല്ലല്ലോ. അയാൾ ഒളിച്ചിരുന്ന സ്ഥലമാണ് എന്ന് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ. എന്താണ് ഒബ്ജക്റ്റ് എന്നൊക്കെ നമ്മൾ പിന്നീട് പഠിക്കാൻ ഡീറ്റെയിൽ ആയിട്ട്. ഇങ്ങനെയാണ് റീറൈറ്റ് ചെയ്തേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. താങ്ക് യു വെരി മച്ച്.